Good morning, class. Today we'll be diving deep into the Indian culture from the 1930s to early 1940s. Today we have a very special guest with us, my grandma, aka Ambaji, Mary John. Thanks for coming on the show. Today I'll be asking you a series of questions to determine how your childhood was like up until your marriage. Okay, to start things off, can you tell us a little bit about yourself, your name, where you're from, etc.? അമ്മച്ചിയുടെ പേരെന്നാ? ദേവി. അമ്മച്ചിയുടെ ചെറുപ്പത്തിലുള്ള വീട് ഏതാ? ബാറിക പുത്തമ്പലി തോമസിന്റെ മകളാണ്. തോമസിന്റെ പല ഉണ്ട്. Okay, so Mary, could you tell us a little bit about your family life? How you grew up, how many siblings you had, your dad, about your mom? അമ്മച്ചി കുഞ്ഞായിരുന്നപ്പോ എങ്ങനെ അമ്മച്ചിക്ക് എത്ര സഹോദരന്മാരുണ്ട്, സഹോദരന്മാർ? അതൊക്കെ പറയണോ? പറ. മരിച്ചുപോയ കാര്യം പറയണ്ടല്ല. പറഞ്ഞു. ഇപ്പൊ ഉള്ളവരുടെ കാര്യം പറഞ്ഞ മരിച്ചു പോയവരുടെയും കാര്യം പറഞ്ഞു. ഞങ്ങള് 7 മക്കളുണ്ടായിരുന്നു. 7 മക്കളിൽ രണ്ടാമത്തെ മോളാണ് ഞാൻ. മൂത്തയാൾ മരിച്ചു പോയി. 55 വയസ്സായതില്ല മരിച്ചത്. പിന്നെ എത്ര ആണുങ്ങളുണ്ട്? പിന്നെ വേറെ എത്ര ആണുങ്ങളാ? 3 സഹോദരന്മാർ, 4 സിസ്റ്റർമാരില്ല. എന്നെ കൂടെ കൂട്ടി 4 സിസ്റ്റേഴ്സ്. അപ്പച്ചിയുടെ അപ്പൻ എന്നാ ചെയ്യുമായിരുന്നു? അപ്പൻ എന്നായിരുന്നു ജോലി? അപ്പൻ ചെറുപ്പത്തിൽ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് അപ്പനെ കൊളംബിന് ഹിന്ദു പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പുറത്തൊക്കെ പോയി. അപ്പം പഠിക്കാൻ പോയപ്പം അപ്പച്ചനെ പഠിക്കാനായിട്ട് വിട്ടു. പഠിക്കാൻ പോയപ്പോൾ അപ്പച്ചൻ 10ാം ക്ലാസ്സിലോ പാസ്സായോ എങ്ങനെയാണോ എനിക്കറിയില്ല. അപ്പോൾ അതിന് 28 വയസ്സുണ്ടായിരുന്നു. അമ്മച്ചിയുടെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അമ്മയ്ക്ക് അമ്മാര് എത്രയായിരുന്നു? എനിക്ക് 14 വയസ്സാവും. അമ്മയ്ക്ക് വലിയ പ്രായം ഇല്ലായിരുന്നു. Your mother was 14 when she got married? Maybe? Okay. Could you specifically tell your... Okay. Could you specifically tell me about your... പുറത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആരും അറിയല. ഈ നാട്ടിലുള്ളവരൊക്കെ വന്നപ്പോൾ നല്ല വണ്ണമൊക്കെ വെച്ച് നല്ല സുന്ദരനായിട്ട് പിന്നെ കോമണായിട്ടാണ് വന്നത്. ഇതുമായിട്ടായിട്ടും കൊട്ടും ഉപ്പായൊക്കെ ഇട്ട് കുട്ടീസുമൊക്കെ ഇട്ട് അപ്പഴൊക്കെ മാറി നിന്നതാണ് പറയണേ. പള്ളിയിൽ പോയിച്ച്. Could you take us through a day in the life of Mary when she was about 10 years old? 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ പള്ളിയിൽ പോവും. പിന്നെ പള്ളി കഴിഞ്ഞ് വന്നിട്ട് അമ്മച്ചിയോട് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ കൂടും അടുക്കളയില. അത് കഴിഞ്ഞ് സ്കൂളിൽ പോവും. മിറ്റമൊക്കെ അടിക്കാൻ കൂടും അമ്മച്ചിയുടെ കൂടെ. 9:30 ആകുമ്പോൾ പോവും. സ്കൂളിൽ പോവും. എന്നിട്ട് ചിലപ്പോൾ 10 മണി 10 മണി എനിക്ക് അറിയാം. നേരത്തെ ക്ലാസ്സിൽ തുടങ്ങിയത് 9:30 ആകുമ്പോൾ പോവും. അത്രയും ദൂരം നടന്നു പോകണം. എന്തോരം ദൂരം ഉണ്ടായിരുന്നു? എത്ര മിനിറ്റ് നടക്കണമായിരുന്നു? അരമൈലില്ല, ഒരു 25 മിനിറ്റ് നടക്കണം. വീട്ടിൽ നിന്ന് പഴയ പള്ളി പുത്തുമ്പള്ളിയിലൊക്കെ പോകരുത്. പഴയ പള്ളിയിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ ഉച്ചക്ക് എന്നാ കഴിക്കുന്നത്? ഉച്ചക്ക് വീട്ടിൽ വന്ന് ചോറുണ്ടാ. തിരിച്ചു വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ചോറുണ്ടാ. സമയമുണ്ട്. എന്നിട്ട് തിരിച്ചു പോകും. തിരിച്ചു പോകും. എന്നിട്ട് എപ്പോഴാ സ്കൂള് കഴിയും? ഓടിപ്പോവും. ഈ കുഞ്ഞു പിള്ളേരില്ലേ ഞങ്ങളൊക്കെ. എന്താ അന്ന് നടന്നല്ല പോടും. ഓടും.
ചോറ് കൊണ്ട് കഴിഞ്ഞാൽ ഉടനെ പാത്രം കൂടെ കഴുകണം. കൈ കഴുകിച്ചിട്ട് അന്നേരം കൂടും. തരുമ്പോ പിള്ളേരുമായിട്ട് കളിക്കാനായി ഓടുന്നത്. എന്നിട്ട് തിരിച്ചെപ്പോഴാ വരുന്നത്? സ്കൂൾ എപ്പോഴാ വിടുന്നത്? അത് വിളിക്കുമ്പോ എന്നിട്ട് തിരിച്ച് എല്ലാ പിള്ളേരും വിടുമ്പോ ഞങ്ങൾ കൊച്ചു പിള്ളേരില്ലേ, കൊച്ചു പിള്ളേരുണ്ട്, ഇളയ പിള്ളേർ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൊച്ചു പിള്ളേരെയൊക്കെ എടുത്തോണ്ട് നടക്കണം കരയാതെ. So, about what time do you go to bed? What time did you go എപ്പോഴാ to bed? അമ്മച്ചി സാധാരണ ഉറങ്ങാൻ പോകുന്നത്? ഉറങ്ങുന്ന എപ്പോഴാ? എത്ര മണിക്കാ? ഉറങ്ങണായിട്ട് 10 മണിയൊക്കെ മുമ്പ് 9:30 കിടക്കും. ശരി, അതിനൊക്കെ വരാൻ താമസിച്ചേ. Okay, so could you take us through your diet, like what you ate on the regular? അപ്പൊ അമ്മച്ചി ഒരു ദിവസം എന്നാ കഴിച്ചോണ്ടിരുന്നത്? ചോറാണോ കപ്പയാണോ? Usually. കാത്ത ചോറ്, രാവിലെ, I mean morning. ചായ അല്ല, ചായ കുടിയില്ല. അന്ന് കഞ്ഞിയാണ് കുടിക്കുന്നത്. എല്ലാവരും കഞ്ഞി കുടിക്കും. പിന്നെ കപ്പ ഉണ്ടെങ്കിൽ കപ്പച്ച് നീരും. കറിയോ? കറിയൊക്കെ കൂട്ടും. എന്നാ കറിയായിരുന്നു? മീനൊക്കെ കാണും കറി. രാവിലെയോ? അത് വര പിടിക്കാൻ പോകും. മീൻ പിടിക്കാനില്ല. അത് മീൻ പിടിച്ചോണ്ട് വരും. എല്ലാ ദിവസവും മീൻ പിടിക്കും. രാവിലെ ചോറിനും വൈകിട്ടോ? വൈകിട്ടും ചോറിനും. So what you're saying is every day you had rice. Rice was a part of your everyday. അപ്പൊ ചോറ് എല്ലാ ദിവസവും ചോറുണ്ട്. So what was your... ചോറ് രാവിലെ കഞ്ഞിയായിട്ട് കുടിക്കും. ഉച്ചയ്ക്ക് ചോറുണ്ണും. വൈകുന്നേരം ചോറും. So during your childhood, was there any type of transportation such as cars, taxis, things like that? അപ്പൊ അമ്മച്ചിയുടെ ചെറുപ്പത്തിൽ കാറോ ബസ്സോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? ചെറുപ്പത്തിൽ കാറില്ല. അപ്പൊ അമ്മച്ചി നടന്നായിരുന്നു നോക്കൊണ്ടിരുന്നേ എല്ലായിടത്തും? നടന്ന് ഇടത്തോലിട്ടൊക്കെ പോവാറുണ്ട്. ബസ് ഉണ്ടായിരുന്നു? ഒരു ചുമന്നോടൊക്കെ പോകും. ഞാൻ കൊണ്ടുപോയല്ല, എൻ്റെ കൂടെ വേറെ ആൾക്കാർ കാണും ചുമന്നോട്ട് പോകാൻ. അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോ. അപ്പൊ കാളവണ്ടിയോ? So Mary, what age did you get married? അപ്പൊ അമ്മച്ചി പിന്നെ എപ്പോഴാ കല്യാണം? എത്ര വയസ്സിലാ കല്യാണം കഴിച്ചത്? ഞാൻ 14 വയസ്സിലാണ്. 15 വയസ്സൊക്കെ ആയി. 14 വയസ്സില്. 14 വയസ്സ്. Okay. How did you feel about getting married at the age of 14? അപ്പൊ അമ്മച്ചി 14 വയസ്സിൽ കല്യാണം കഴിച്ചപ്പോ അമ്മച്ചിക്ക് എന്നാ തോന്നിയത്? കല്യാണം കഴിക്കാൻ പോവാന്ന് കേട്ടപ്പോ അമ്മച്ചിക്ക് എന്നാ തോന്നിയത്? എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. കല്യാണം ഏതാ തോന്നില്ല. Did you miss going to school? Were you sad about leaving school? സ്കൂളിൽ പോകുന്ന എപ്പോഴാ നിർത്തിയത് അമ്മച്ചി? സ്കൂളിൽ 12 വയസ്സ് 13 വയസ്സിലാന്ന് തോന്നുന്നു. സ്കൂളിൽ പോവാതിരുന്നിട്ട് സ്കൂളിൽ വിടാതിരുന്നപ്പോ അമ്മച്ചിക്ക് വിഷമമായിരുന്നോ? വിഷമമുണ്ടായിരുന്നു. What exactly did you do when you... Yeah. സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മച്ചി എന്നാ ചെയ്ത്? അമ്മച്ചി കരഞ്ഞോ? ഞാൻ ഒത്തിരി കരഞ്ഞു. സ്കൂളിൽ വിടാതെ ഇരിക്കാൻ എന്തായാലും ഈശോയുടെ അടുത്ത് പോയിരുന്നോണ്ട് ഒത്തിരി കരഞ്ഞു. 3 ദിവസം കഞ്ഞി കുടിക്കാതെ ഇരുന്നു. Yeah, so എന്താ പറയാനുള്ളത്? well, thank you for your time and thank you for letting me interview Amici. അമ്മച്ചിയുടെ സമയത്തിനും അമ്മച്ചി ഇവിടെ ഇരുന്നതിലും ഒത്തിരി നന്ദിന്ന്. ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കും. നീ എല്ലാവർക്കും ഒരു ഹായ് പറ. ക്ലാസ്സിൽ എല്ലാവർക്കും ഹായ് ബൈ എന്ന് പറ. ബൈ ബൈ. Thank you.